തമിഴ്നാട് വാൽപ്പാറയിൽ കാട്ടാന ആക്രമണം. പലചരക്ക് കടയും കാറും തകർത്തു. 7 കാട്ടാനകൾ അടങ്ങിയ സംഘമാണ് ആക്രമണം നടത്തിയത്. വിശദാംശങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, തമിഴ്നാട് വാൽപ്പാറയിലാണ് 7 ആനകളുടെ ആക്രമണത്തിൽ കാറ് തകർന്നിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പുലർച്ചെ 2 മണിയോടെയാണ് ഇത്തരത്തിൽ 7 ആനകൾ അടങ്ങിയ ഒരു വലിയ ആനക്കൂട്ടം എന്ന് വേണമെങ്കിൽ പറയാം. 7 ആനകൾ അടങ്ങിയ സംഘം ഇത്തരത്തിൽ കടയും കാറും എല്ലാം തകർത്തത്. വാൽപ്പാറയ്ക്കടുത്ത് വില്ലോനി എസ്റ്റേറ്റിൽ പലചരക്ക് കട നടത്തുന്ന ഭാസ്കരന്റെ കടയാണ് ഇത്തരത്തിൽ കാട്ടാനകൾ തകർത്തത്. ആനക്കൂട്ടം എത്തി, പുലർച്ചെ 2 മണിയോടെ എത്തി ഈ കട തകർത്ത് കടയ്ക്ക് അകത്തുണ്ടായിരുന്ന പഞ്ചസാരയും അരിയും എല്ലാം ഈ ആനകൾ ഭക്ഷിച്ചു. ബാക്കി ഉണ്ടായിരുന്നവ നശിപ്പിച്ചു. പയറ് ഉൾപ്പെടെയുള്ള കടയിലുണ്ടായിരുന്ന ധാന്യങ്ങളെല്ലാം കാട്ടാനകൾ നശിപ്പിച്ചു. മാത്രമല്ല, ഈ കടയോട് ചേർന്ന് പാർക്ക് ചെയ്തിട്ടിരുന്ന ഒരു കാറും കാട്ടാനകൾ തകർത്തിട്ടുണ്ട്. ഈ കാറിന്റെ പുറകുവശത്തെ വാതിലും അതുപോലെ വശങ്ങളിലെ ചില്ലുകളും എല്ലാം കാട്ടാനകൾ തകർത്തു. 2 മണിക്ക് ഇറങ്ങിയ കാട്ടാനകൾ 5 മണി വരെ ഈ തരത്തിൽ അവിടെ ആ കടയും പരിസരത്തും നിന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. സാധാരണ നമുക്കറിയാം 1 or 2 ആനകളാണ് ഇത്തരത്തിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുക. എന്നാൽ ഇത്രയും വലിയൊരു ആനക്കൂട്ടം, 7 ആനകൾ അടങ്ങിയ ഒരു കൂട്ടം എത്തി ആക്രമിച്ചത് തന്നെ ഈ പ്രദേശത്തുള്ളവർ ഈ വിവരം, ഈ ശബ്ദമെല്ലാം കേട്ട് അറിഞ്ഞവർ തന്നെ ഒന്ന് ഒച്ച വെക്കാൻ പോലും അവർക്കായില്ല. അവർ ഭയന്ന് വിറയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ 5 മണി ആയതിനു ശേഷമാണ് ഈ ആനക്കൂട്ടം ഈ കടയ്ക്ക് സമീപത്തു നിന്നും മാറി കാടിലേക്ക് കയറിയത്. ഈ കുറച്ച് ദിവസങ്ങളായി ഈ മേഖലയിൽ ഈ തേയിലത്തോട്ടം ഉള്ള ഒരു മേഖല കൂടിയാണ് ഈ വാൽപ്പാറ എന്ന് പറയുന്നത്. തോട്ടവും അതുപോലെ തന്നെ തൊട്ടടുത്ത് വനം പ്രദേശമൊക്കെ ഉള്ള ഒരു മേഖലയാണ്. നമ്മുടെ കേരളത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അതിരപ്പള്ളി മലക്കപ്പാറ വഴി കടന്നാൽ അടുത്താണ് ഈ വാൽപ്പാറ എന്ന് പറയുന്ന സ്ഥലം. അതുകൊണ്ട് തന്നെ ഈ കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിൽ ആനക്കൂട്ടം ഈ മേഖലയിലെ തേയിലത്തോട്ടത്തിൽ തമ്പടിക്കുന്നുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. തമ്പടിക്കുന്നത് കൊണ്ട് തന്നെ പ്രദേശത്തുള്ള ഈ തേയിലത്തോട്ടങ്ങളിൽ പണിക്ക് പോകുന്ന തോട്ടം തൊഴിലാളികൾക്ക് ഉൾപ്പെടെ കടുത്ത ഭീതിയുണ്ട്. കടുത്ത ഭീതിയോടെ തന്നെയാണ് അവർ ഈ ജോലിക്കെല്ലാം പോകുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ 2 മണിയോടെ സംഘം ചേർന്ന് കാടിറങ്ങി വന്ന ആനക്കൂട്ടം ഇത്തരത്തിൽ കടയും കാറും എല്ലാം തകർത്തത്. ദിവസങ്ങൾക്ക് മുന്നേ അവിടെ കരടി ഇറങ്ങിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. പുലിയുടെ നിരന്തര ശല്യമുള്ള ഒരു മേഖല കൂടിയാണ് വാൽപ്പാറ. കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ 5 വയസ്സുകാരനായ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മകൻ മാതാപിതാക്കൾക്കൊപ്പം അവിടെ സമീപത്തെ പുഴയിലേക്ക് വെള്ളം ശേഖരിക്കാൻ പോയി. പുലി പിടികൂടുന്ന സാഹചര്യമുണ്ടായി. പുലിയുടെ ആക്രമണം ഏൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അന്ന് ഭാഗ്യവശാൽ മാത്രമാണ് ആ ബാലൻ കൂടുതൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. അത്തരത്തിൽ വന്യമൃഗങ്ങളുടെ വലിയ ഒരു ശല്യമുള്ള ഒരു മേഖലയാണ് ഈ വാൽപ്പാറ മലക്കപ്പാറ മേഖല. എന്തായാലും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇത്തരത്തിൽ 7 ആനകൾ അടങ്ങിയ സംഘം കടയും അതുപോലെ തന്നെ കാറും തകർക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആളപായമൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത്തരത്തിൽ ആനകൾ ഇറങ്ങും, വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് തടയിടാൻ വനംവകുപ്പ് അധികൃതർ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. വൃന്ദ. ശരി, തമിഴ്നാട് വാൽപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ പലചരക്ക് കടയും കാറും തകർത്തു. 7 കാട്ടാനകൾ അടങ്ങിയ സംഘമാണ് ആക്രമണം അഴിച്ചുവിട്ടത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അനീഷ് ആന്റണി.